ഹായ് ഹലോ, ഞാൻ മെയ്മോൾ. നമ്മുടെ ഇന്നത്തെ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മെയിൻലി ഈ സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ലേഡി ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ വെക്കുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഓൺലൈനിലൂടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരു 5 ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ യുവർ പ്രൈവസി. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ നമ്മളെ സംബന്ധിച്ച്. കാരണം നമ്മളിവിടെ മെയിൻലി അറിയേണ്ട ഒരു കാര്യം യുവർ പ്രൈവസി എന്നുള്ള ആ ഒരു ഇതില് യുവർ പ്രൈവസി, വൈ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, പിന്നെ നമ്മുടെ ടൈം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, പിന്നെ നമ്മുടെ സക്സസ്, ക്വാളിറ്റി ഓഫ് ഫോർ സക്സസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് യുവർ പ്രൈവസി ആണ്. ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബേസിക്കലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ മാറ്റിയിട്ട് ബിസിനസ് നമ്പർ ഒരെണ്ണം നിങ്ങൾ എടുക്കുക. ഒരു ബിസിനസ് നമ്പർ നിങ്ങളുടെ വർക്കിനായിട്ട് നിങ്ങൾ എടുക്കുക. അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ നമ്പറൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലേ. നമ്മളുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു നമ്പറാണ്. അതും തന്നെയല്ല, നമുക്ക് ബാങ്കിലൊക്കെ നമ്മൾ ആ ഒരു നമ്പറാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു നമ്പർ മിസ്യൂസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള നമ്പർ നമ്മൾ കൊടുക്കാണ്ടിരിക്കുക. നമ്മൾ മറിച്ച് ഒരു ബിസിനസ് നമ്പർ നമ്മൾ അതിനു വേണ്ടി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എടുക്കുക, അത് മസ്റ്റ് ആണ്. ആ ഒരൊറ്റ ബിസിനസ് നമ്പർ ആയിരിക്കണം നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു ബിസിനസ് നമ്പറിൽ ഒരു വാട്സപ്പ് ഉണ്ടായിരിക്കണം. ആ വാട്സപ്പ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ഓഫീസ് നമ്പർ ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. അതിലേക്കായിരിക്കണം നമ്മുടെ എൻക്വയറീസും കാര്യങ്ങളെല്ലാം വരേണ്ടത്. പിന്നെ നമ്മുടെ FBയിലും ഇൻസ്റ്റയിലും ഒക്കെ ആ ഒരു നമ്പർ വെച്ചിട്ട് നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് കോൾഡ് മാർക്കറ്റ്, വാം മാർക്കറ്റ്, ഹോട്ട് മാർക്കറ്റ്, ഈ 3 മാർക്കറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കോൾഡ് മാർക്കറ്റ് നമുക്ക് അറിയില്ലാത്ത വ്യക്തികളാണ്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവരെ ഡിസ്കവർ ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും FBയിലാണെങ്കിലും ഇവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഇൻവൈറ്റ് ചെയ്യുമ്പം നമ്മൾ പേഴ്സണൽ നമ്പറിലുള്ള അക്കൗണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാതെ ഈ ഒരു ബിസിനസ് നമ്പർ ഉള്ള അക്കൗണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഒരു FB ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം അത് ഫേക്ക് ആയിട്ടൊന്നും തോന്നരുത് അവർക്ക്. കാരണം പെട്ടെന്ന് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവം എന്നുള്ള രീതിയിലൊന്നും തോന്നരുത്. അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ വാട്സപ്പില് നമുക്ക് ഈ ഒരു നമ്പർ വേണം നമ്മുടെ പോസ്റ്ററിൽ കൊടുക്കാൻ, വാട്സപ്പ് നമ്പർ ആക്കി കൊടുക്കാൻ. അവിടേക്കായിരിക്കണം എൻക്വയറിയും കാര്യങ്ങളും വരുന്നത്. ആ ഒരു നമ്പറിലായിരിക്കും നമ്മുടെ കോളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരു നമ്പർ എടുക്കുന്നതിന്റെ ആവശ്യകത എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു പ്രൈവറ്റ് നമ്പർ നമ്മൾ എടുക്കണം. ബിസിനസ് നമ്പർ നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ നമ്പർ ആയിട്ട് മൊത്തത്തിലൊരു എന്താ പറയണേ, കൂടിക്കൊഴഞ്ഞ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും പിന്നീട്. കാരണം നമുക്ക് അറിയാലോ, നമ്മുടെ പേഴ്സണൽ നമ്പർ എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കും. നമുക്കിപ്പോ വല്ല ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു നമ്പർ ആയിരിക്കും കൊടുത്തിരിക്കണേ. ബാങ്കിൽ നമ്മൾ ഈ ഒരു നമ്പർ ആയിരിക്കും കൊടുത്തിരിക്കണേ. എമർജൻസി സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഈ ഒരു നമ്പർ ആയിരിക്കും അല്ലെ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്പർ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ബിസിനസ് നമ്പർ വെക്കാൻ പറയണേ. ബിസിനസ് നമ്പർ വെക്കുക, അത് മസ്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കൊരു ഫോൺ കോൾ വരുമ്പം ബിസിനസ് നമ്പറിലേക്കാണ് ഒരു ഫോൺ കോൾ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബിസിനസ് നമ്പറും പേഴ്സണൽ നമ്പറും നമ്മൾ സെപ്പറേറ്റഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്കൊരു ബിസിനസ് നമ്പറിലേക്ക് നമുക്കൊരു കോൾ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ അറിയില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മളെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളൊരു എന്താ പറയുക ഒരു കാഷ്വൽ ടോക്ക് ഒന്നും നിങ്ങൾ നടത്തരുത്. നിങ്ങൾ മറിച്ചൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കണം നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കൊരു കോൾ വരാമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റില് എടുക്കുമ്പോൾ തന്നെ
ഹലോ FE03 എന്റർപ്രണേഴ്സ്, ആരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് അയാളുടെ പേര് ചോദിക്കുക. പിന്നീട് അയാളോട് ടോക്ക് ചെയ്യുമ്പോൾ അയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ അവരോട് എങ്ങനെ പറയണം? ഒരു ഫുൾ ത്രൂ ഔട്ട് ഒരു കോൾ ഞാൻ പറഞ്ഞുതരാം. ഹലോ FE03 എന്റർപ്രണേഴ്സ്, ആരാണ് സംസാരിക്കുന്നത്? ഇപ്പൊ മറുവശത്ത് അഖിലെന്നോ അങ്ങനെ ആരെങ്കിലും പേരുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഹലോ അഖിൽ, ആക്ച്വലി നമ്മളിവിടെ ഒരു US ബേസ്ഡ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാണ്. നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ട്. അപ്പൊ അഖിലിന് വേണ്ടിയിട്ടാണ്, അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു കോൾ നിങ്ങൾ വിളിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് പക്ക ഫോമൽ ആയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി. അതിന്റെ ഇടയിൽ നിങ്ങളോട് ചിലപ്പോൾ അവർ പേര് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് പേര് പറയാം. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള ടോക്കുകളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ മിഡ് നൈറ്റിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യണത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്. അപ്പൊ അത് നമുക്ക് പിന്നീട് ഫാമിലി ലൈഫിലാണെങ്കിൽ ഒരു വിള്ളൽ വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. വർക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ വരുന്ന കോളുകൾ നിങ്ങൾ കാഷ്വൽ ടോക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഒരു ഫോമൽ ടോക്ക് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, മിഡ് നൈറ്റിലെ കോളുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, ഓക്കെ, നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും എല്ലാവർക്കും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്താ പറയുക, പൊതുജനമാണ് നമ്മളെ വിളിക്കുന്നത് അല്ലേ? നമുക്ക് കോൾഡ് മാർക്കറ്റിലുള്ള ആൾക്കാർ നമുക്ക് അറിയ പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അവര് ഒരു ഇൻഫർമേഷന് വേണ്ടിയായിരിക്കും വിളിക്കുന്നത്, എന്താണ് നമ്മുടെ വർക്ക് കാര്യങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അത് എല്ലാം പറയണത് എല്ലാം നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അവരെ ലിസൺ ചെയ്യുക. അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കണേന്നുള്ള കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ലിസൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അവർ സംസാരിച്ചത് എന്ത് കാര്യത്തെ കുറിച്ചാണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് വേണം നിങ്ങൾക്ക്, ഒരു തിരിച്ചറിവ് വേണം. എന്നിട്ട് അതായത് നമ്മളെ എന്താ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയണ, ഒരു വൾഗർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ടോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്നും നോക്കണ്ട, അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു നിങ്ങൾ. കാരണം നമുക്ക് അവരെയും കൊണ്ട് പിന്നെ നീഡില്ല. അതേസമയം നിങ്ങൾ നോക്കാൻ, നമുക്ക് നെഗറ്റീവ് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഒന്നാമത്തേത് ഇങ്ങനെ വൾഗറായിട്ട് സംസാരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അവർക്ക് ആ ഒരു സെക്ഷൻ മനസ്സിലാവാനിട്ടുള്ള ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരമായിരിക്കും. എനിക്കത് മനസ്സിലായില്ല, എന്താണ് നിങ്ങൾ മീൻ ചെയ്തത് ആ സെക്ഷനിൽ, മനസ്സിലായില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നോളജ് ആണ് അവിടെ വേണ്ടത്, അത് നമ്മൾ കൊടുക്കുക, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായില്ല, അതും ഫോമൽ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുക. മറ്റൊന്ന് പറഞ്ഞാൽ വൾഗർ ആയിട്ടുള്ള ഒരു ടോക്ക് വരുമ്പം നമുക്കറിയാലോ, ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം, നമുക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോക്ക് ഒക്കെ വരാം, അല്ലെങ്കിൽ നമ്മളെ ഹരാസ് ചെയ്തിട്ടുള്ള ഒരു ടോക്ക് വരാം. അങ്ങനെയുള്ള ടോക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ദയവേത് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇൻ കേസ് അയാളെ നിങ്ങൾ കൺവീനിയൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് കയറ്റിയെന്ന് വിചാരിക്കും. കയറ്റി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരണേ? ഇദ്ദേഹത്തിന്റെ അണ്ടറിലേക്ക് നമ്മളെ പോലെ തന്നെയുള്ള പെൺകുട്ടികൾ ചെല്ലാനുള്ളതാണ് അല്ലേ? അങ്ങനെ ചെന്ന് കഴിയുമ്പം ഇയാൾ അവിടെ നല്ല രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇവിടെ നോ ഇഷ്യൂ, നമ്മളുടെ അടുത്ത് നോ ഇഷ്യൂ, നമ്മളത് കൺവീനിയൻസ് ചെയ്തു, കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഇദ്ദേഹത്തിന് അണ്ടറിൽ വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഫോൺ കോളുകൾ ഇയാൾക്ക് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ ഒരു കാരണവശാൽ അത് പിന്നീട് നമുക്ക് ഒരു ബാധ്യതയായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക. എങ്ങനെ ബ്ലോക്ക് ചെയ്യണം? നിങ്ങളുടെ ഇൻസ്റ്റയിൽ നിന്നും ബ്ലോക്ക് ചെയ്യണം, FB നിന്നും ബ്ലോക്ക് ചെയ്യണം, അതുപോലെ തന്നെ വാട്സപ്പിൽ നിന്ന് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങളെ വേറെ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ അപ്ലൈൻ മെന്ററിന്റെ അടുത്ത് ഉറപ്പായിട്ടും പറയും. ആരാണോ നിങ്ങളുടെ മെന്റർ, ആ മെന്ററിനെ നിങ്ങൾ ഇൻഫോം ചെയ്യും, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. അത് ഉള്ളിലെ വെച്ചിട്ട് നിങ്ങൾ നെഗറ്റീവ് അടിച്ച് പിന്നീട് വർക്ക് ചെയ്യാതെയായി അവിടെ ആർക്കാ നഷ്ടം വരുന്നത്? ആ പോയ വ്യക്തിക്ക് ഒരു നഷ്ടം ഒരിക്കലും വരത്തില്ല അല്ലെ? നഷ്ടം വരുന്നത് നമുക്കൊരാൾക്ക് മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് മെന്ററിനെ അറിയിക്കാം. പിന്നെ മാക്സിമം നമ്മൾ ബോൾഡ് ആയിട്ട് നല്ല ആൻസർ കൊടുക്കാനും ശ്രമിക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പൊ നമ്മൾ BOP അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി
BOP പകുതിയായി എന്ന് വിചാരിക്കും. BOP പകുതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഫുൾ അറ്റൻഡ് ചെയ്യണില്ല. അറ്റൻഡ് ചെയ്യാണ്ട് വന്നിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. നിങ്ങൾ എന്തീ കാണിക്കണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാം. ഭയങ്കരമായിട്ട് നിങ്ങൾ ഷൗട്ട് ചെയ്യണമെങ്കിൽ ആദ്യം മര്യാദ ഭാഷയിൽ പറയാം, നല്ല സോഫ്റ്റ് ആയിട്ട് പറയാം, സാർ നിങ്ങൾ ആ പ്രോഗ്രാം ഫുൾ അറ്റൻഡ് ചെയ്യുക, എന്നാലാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ചും കൂടി നോളജ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. സാർ ആ പ്രോഗ്രാം ഫുൾ ഒന്ന് ആദ്യം അറ്റൻഡ് ചെയ്യും എന്ന് പറയാം. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ അങ്ങ് സംസാരിച്ചു. അതായത് പറയാം അവരുടെ അടുത്ത്, സാർ നിങ്ങൾക്ക് യാതൊരു ക്ഷമയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാം പോലും, നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പോലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യും? കാരണം നമുക്ക് ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലിസണിങ് കപ്പാസിറ്റി വേണം. നല്ല രീതിയിൽ ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിക്ക് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു 80% നോളജ് ആണ് വേണ്ടത് ഇവിടെ. ആ ഒരു നോളജ് കളക്ട് ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്ക് താങ്കളിൽ കാണാൻ സാധിക്കുന്നില്ല. താങ്കൾക്ക് ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ എന്റെ അണ്ടറിൽ വർക്ക് ചെയ്യും? നമ്മൾ അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുക, എന്നിട്ട് നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ മെയിൻലി ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഈ കൺവീനിയൻസ് ചെയ്തിട്ട് അവര് നെഗറ്റീവ് അടിച്ചെന്ന് പറഞ്ഞാൽ അവരെ കൺവീനിയൻസ് ചെയ്ത് അവരെ കഷ്ടപ്പെട്ട് ഇതിന്റെ അകത്തേക്ക് വലിച്ചു കയറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള പീപ്പിൾസിനെ മാത്രം മതി. ഒൺലി ക്വാളിറ്റി പീപ്പിൾസിനെ മാത്രമേ നമ്മുടെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ടും വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് അടിച്ചു വരുന്ന ആൾക്കാരെ എന്താ പറയുക, അവരെ കൺവീനിയൻസ് ചെയ്ത് അവരിതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാതെ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നോക്കി മാത്രം കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നാലുള്ള ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. അവര് ഫുള്ള് അവരുടെ അണ്ടറിൽ വരുന്നവരെ നെഗറ്റീവ് ആക്കി കളയും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ ഭൂരിഭാഗം വരുന്ന ആൾക്കാരും ചിലപ്പോൾ കുറെ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, കുറെ പേര് വർക്കിംഗ് ആയിട്ടുള്ള പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പേര് പാരന്റിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയണേ, ഹൗസ് വൈഫ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളൊരു എന്താ പറയണേ ടൈം മാനേജ് ചെയ്യും. അതായത് പ്രയോറിറ്റി കൊടുക്കുക ഓരോന്നിനും. ഇപ്പൊ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ എന്തെല്ലാം കാര്യത്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്തെല്ലാം കാര്യത്തിന് ഞാൻ മുൻതൂക്കം കൊടുക്കണം, മനസ്സിലായില്ല? ഇപ്പൊ ഈ TV കാണുന്ന ഒരു ടൈം അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വർക്കിലേക്ക് എടുക്കാം ആ ഒരു ടൈം. അവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്ര ലൂസ് സ്റ്റോക്കുകൾ, TV കാണുന്ന ടൈം, ഇങ്ങനെയുള്ള ടൈമൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് പ്രയോറിറ്റി കൊടുക്കുക. ഓരോ ടൈമിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇത്ര ടൈമിനുള്ള അല്ലെങ്കിൽ ഒരു 7 മണിക്കുള്ളിൽ എന്റെ പ്രഭാത ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കഴിയണം. ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കഴിയണം. ഞാൻ ഇന്ന സമയത്തൊന്ന് ഫ്രീ ആയിട്ട് ഞാൻ വർക്കിലേക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് എന്റെ കുഞ്ഞിന് ഫുഡ് കൊടുക്കണം. അത് ഒരു ഷെഡ്യൂൾ ആക്കി നിങ്ങൾ തിരിക്കുക. കറക്റ്റ് കാര്യങ്ങളാക്കി നിങ്ങൾ തിരിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വർക്കിൽ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊത്തത്തില് രാവിലെ പ്രോപ്പർ ആയിട്ട് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തില്ല, തോന്നുമ്പോഴാണ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും സമയം ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും പറയും സമയം ഉണ്ടാവത്തില്ല എന്നേ അവർ പറയത്തുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പച്ചക്കറി അരിയുമ്പം പോലും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് വിളിക്കാനുള്ള ആൾക്കാരുടെ കോളുകൾ എടുത്ത് ഞാൻ കോൾ ചെയ്യും. ഞാൻ കറിക്ക് അരിയുന്നുണ്ട്, ഒപ്പം ഞാൻ കോൾ ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ല? അങ്ങനെ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരേ സമയം 2 വർക്ക് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇതുപോലെ മോർണിംഗിൽ ഇപ്പൊ നമ്മൾ ഇച്ചിരി വൈകി എഴുന്നേക്കുന്ന ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണ്, ഇച്ചിരി നേരത്തെ എഴുന്നേക്കാം. എന്നിട്ട് നമ്മൾ ടൈം മാനേജ് ചെയ്ത് നമ്മളൊരു ഷെഡ്യൂൾ ആദ്യം തന്നെ നമ്മുടെ ബുക്ക് എടുത്ത് നമ്മൾ ഷെഡ്യൂൾ ആയിട്ട് നമ്മൾ എഴുതി വെക്കാം. ഇന്ന സമയത്ത് ഞാൻ എഴുന്നേക്കും, ഇന്ന സമയത്ത് ഞാൻ രാവിലത്തെ കാര്യങ്ങളും ഞാൻ മൂവ് ചെയ്യും, ഇന്ന സമയത്ത് എന്റെ കുഞ്ഞിന് ഫുഡ് കൊടുക്കണം, ഇന്ന സമയത്ത് ഹസ്ബൻഡ് വരും, അപ്പൊ കാര്യങ്ങൾ ചെയ്യണം. അതിന്റെ ഇടയിലുള്ള ടൈമും കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ടൈം ലൈൻ കൊടുക്കുക എല്ലാ കാര്യങ്ങൾക്കും. ഇന്ന സമയത്ത് ഞാനത് തീർത്തിരിക്കും. അതായത് ഇപ്പൊ മോർണിംഗിൽ എന്റെ വർക്ക് ഞാൻ ഒരു 7 മണിക്ക് മുമ്പ് ഞാൻ തീർത്തിരിക്കും. അല്ലെങ്കിൽ എന്റെ ഈവനിങ്ങിലെ വർക്ക് ഞാൻ ഒരു 4 മണി തുടങ്ങി ഒരു 6 മണിക്കുള്ളിൽ ഞാൻ എന്റെ ഈവനിങ്ങിലെ എന്റെ കിച്ചണിലെ വർക്കും കാര്യങ്ങളെല്ലാം ഞാൻ തീർത്തിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണം. മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ
നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ്സിൽ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇവിടെ ക്വാളിറ്റി നമുക്ക് ഫോർ സക്സസ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് വേണം. നമുക്ക് സക്സസിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് വേണം. അതിൽ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാൻ നമുക്ക് ബിലീവ് ഉണ്ടായിരിക്കണം. നമുക്കൊരു ബിലീവ്, നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മുടെ കമ്പനിയിൽ നമുക്ക് ആദ്യം ഒരു വിശ്വാസം വേണ്ടേ? നമുക്കൊരു കമ്പനിയിൽ നമ്മൾ വിശ്വാസം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിയെ കുറിച്ച് ഡിസ്കവർ ചെയ്യണം നന്നായിട്ട്. നമുക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലേ? ഗൂഗിള്, യൂട്യൂബ്, പ്രിന്റർ, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കയറിയിട്ട് നമുക്ക് നമ്മുടെ കമ്പനിയെ ഡിസ്കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്കവർ ചെയ്യുന്ന തോറും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിവ് കൂടുതൽ കിട്ടും കമ്പനിയെ കുറിച്ച്. അറിവ് കൂടുതൽ കിട്ടും തോറും നമുക്ക് ആ കമ്പനിയിൽ ഒരു വിശ്വാസം വരാൻ തുടങ്ങും ഇല്ലേ? നമുക്ക് കമ്പനിയിൽ വിശ്വാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൽ വിശ്വാസം വരും. പ്രൊഡക്റ്റിൽ വിശ്വാസം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം വേണ്ടേ? പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ആ പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ നമുക്ക് ബിലീവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മാനേജ്മെന്റ്, നമ്മുടെ മാനേജ്മെന്റ് FLP ഇന്ത്യയിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ മൂവ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. കാരണം നമ്മുടെ FLP ഇന്ത്യ ആണ്, നമ്മുടെ മാനേജ്മെന്റ് ആണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഫുൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അത്രയും നല്ലൊരു മാനേജ്മെന്റ് ആണ് നമുക്ക്. ത്രൂ ഔട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമുക്ക് ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഇപ്പൊ 5000 ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത് തരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനേജ്മെന്റ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. ഇതൊക്കെ അപ്പൊ ഇത്രയും നല്ലൊരു മാനേജ്മെന്റിൽ നമുക്കൊരു വിശ്വാസം വേണം. ഇനി മാനേജ്മെന്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് FE03 എന്റർപ്രണേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ടീമിന് നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ഇല്ലേ? കമ്പനിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടാവും. പ്രൊഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ട്, മാനേജ്മെന്റിൽ നമുക്ക് വിശ്വാസം ഉണ്ട്. ആ മാനേജ്മെന്റിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഉറപ്പാണ് FE03 എന്റർപ്രണേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവും ഇല്ലേ? ഈ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് ഈ ഒരു വിശ്വാസം നമുക്ക് കമ്പനിയിലും പ്രൊഡക്റ്റിലും മാനേജ്മെന്റിലും FE03 എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ഒക്കെ വിശ്വാസം വേണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടാവും. നമുക്ക് വിശ്വാസം ഉണ്ടാണ് എനിക്ക് ഈ കമ്പനിയിൽ കയറി എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, എനിക്ക് ഞാൻ വിചാരിക്കുന്ന ലെവലിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? എന്റെ ഡ്രീം ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 3800 മേളിൽ ആൾക്കാര് മില്യനേഴ്സ് മില്യൺസ് ക്ലബിലേക്ക് കയറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് ഓർത്തേക്ക്, ഇത്രയും പേർക്ക് അവനും അവക്കും ഇതൊക്കെ ആവാമെങ്കിൽ എനിക്കും ആവാം എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആദ്യം ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, ആ ഒരു സെൽഫ് ബിലീവ് നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മൾ. ഈ ഒരു കമ്പനിയിൽ നമ്മൾ പാഷനേറ്റഡ് ആയിരിക്കും, ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിൽ നമ്മൾ പാഷനേറ്റഡ് ആയിരിക്കും, നമ്മുടെ മാനേജ്മെന്റിൽ നമ്മൾ പാഷനേറ്റഡ് ആയിരിക്കും, നമ്മുടെ FE03 എന്ന് പറയുന്ന നമ്മുടെ ടീമിലെ സിസ്റ്റത്തിൽ നമ്മൾ പാഷനേറ്റഡ് ആയിരിക്കും, നമ്മളിൽ തന്നെ നമ്മൾ പാഷനേറ്റഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അവർക്ക് ഉറപ്പായിട്ട് അവർ കമ്മിറ്റഡ് ആയിരിക്കും. കമ്പനിയിൽ അവർ കമ്മിറ്റഡ് ആയിരിക്കും, പ്രൊഡക്റ്റിൽ അവർ കമ്മിറ്റഡ് ആയിരിക്കും. എന്ന് ഓർത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റിൽ കമ്മിറ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, നമ്മൾ ഷെയർ ചെയ്യും ഇല്ലേ? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും നമ്മൾ പോലും അറിയാതെ ഇല്ലേ? ഇങ്ങനെ നല്ല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ മാസീവ് ലെവലിൽ അവർ ആക്ഷനിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കും. മാക്സീവ് ലെവലിൽ ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അവർ ഡ്രീം അച്ചീവ് ചെയ്യും. ഒന്ന് ഓർത്ത് വെക്കുക, നല്ല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ ഏത് സാഹചര്യം വന്നിട്ട് എത്ര നെഗറ്റീവ് സാഹചര്യം അവരുടെ ലൈഫിൽ വന്നാൽ പോലും അവർ എന്ത് ചെയ്യും? അവർ നല്ല രീതിയിൽ മാസീവായിട്ട് അവർ ആക്ഷനിലേക്ക് ഇറങ്ങും. തീർച്ചയായിട്ടും അവർ ഇറങ്ങും. അങ്ങനെ ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിലോ നല്ല രീതിയിൽ പാഷനേറ്റഡ് ആയിട്ട്, നല്ല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ട്, നല്ല രീതിയിൽ മാസീവ് ആയിട്ട് ആക്ഷനിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആയത്? നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അത് അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇതാണ് ശരിക്കും ഇവിടെ നമ്മൾ പിന്നെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മുടെ ഈ സെൽഫ് ബിലീവ് നമുക്ക് അത് ഞാൻ എടുത്തു പറയാണ്, നമുക്ക് സെൽഫ് ബിലീവ് ഉണ്ടായിരിക്കണം. സെൽഫ് ബിലീവ് ഉണ്ടെങ്കിൽ നമുക്ക് പാഷനേറ്റഡ് ആവാൻ പറ്റത്തുള്ളൂ, നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവത്തുള്ളൂ നമ്മുടെ കമ്പനിയിൽ. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാം, അതായത് ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഈ ഡെയിലി നിങ്ങൾ എന്താ പറയുക, ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്റെ ബിസിനസ് എനിക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് ഡെയിലി ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാം. എന്നിട്ട് ആ 5 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ എവിടെ ഇംപ്രൂവ്മെന്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കാം. ഇനി ഞാൻ എന്താ പറയുക, മറ്റുള്ളവരോട് സംസാരിക്കാൻ വീക്കായ ഒരു പേഴ്സൺ ആണോ,
അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ വീക്കായ ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ നമ്മുടെ വീക്ക് പോയിന്റ്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ചേഞ്ചസ് വരുത്താം. നിങ്ങൾക്ക് തന്നെയല്ലേ നിങ്ങളുടെ ഉള്ളിൽ കയറി ഇരുന്ന് ചേഞ്ചസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചേഞ്ചസ് വരുത്താൻ പറ്റത്തുള്ളൂ. വേറെ ഒരാൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കയറുന്ന ചേഞ്ചസ് ഒരിക്കലും വരുത്താൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പറഞ്ഞു തരാൻ പറ്റും വേണമെങ്കിൽ, അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ സ്വയം തീരുമാനിക്കുക, എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരണം, എനിക്ക് സംസാരിക്കാനുള്ള ഒരു ഇത് കൊണ്ടുവരണം. നമ്മൾ ഡ്രീം ചെയ്യുക. എല്ലാ ദിവസവും ഡെയിലി കിടക്കുമ്പോൾ നമ്മൾ ഡ്രീം ചെയ്യുക. ഞാൻ അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഡ്രീം ചെയ്യുക. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു 5 കാര്യങ്ങൾ ഡെയിലി നിങ്ങളുടെ ഒരു എന്താ പറയണേ, നിങ്ങളുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു 5 കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഡെയിലി നിങ്ങൾ എന്താ പറയണ്ടേ, ഒരു എക്സസൈസ് എന്നാണ്. നിങ്ങൾ ഡെയിലി മോർണിംഗിൽ എഴുന്നേറ്റ് നിങ്ങൾ ഒരു മിററിൽ നോക്കിയിട്ട് ഒരു സെൽഫ് ടോക്ക് ചെയ്യുക. നിങ്ങൾ ഞാൻ ബോൾഡ് ആണ്, എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, ഞാൻ അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ സംസാരിക്കാറുണ്ട്, മെയ്മോളെ നീ അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാന് ഇപ്പോഴല്ലേ നമ്മുടെ ഈ 5000ന്റെ ഇന്റേൺഷിപ്പ് വന്നത്. ഞാനൊന്നും കയറുന്ന ടൈമിൽ ആ ഒരു 5000ന്റെ ഇന്റേൺഷിപ്പ് ഇല്ല. ഞാൻ കയറുമ്പോൾ 2CC ആയിരുന്നു, അത് 30,000ന്റെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എന്നോട് തന്നെ ടോക്ക് ചെയ്യുമായിരുന്നു, പറ്റും മെയ്മോക്ക് പറ്റും, മെയ്മോക്ക് പറ്റിയില്ലെങ്കിൽ ഇനി ഈ വേൾഡിൽ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല. മനസ്സിലായില്ലേ? ആ ഒരു സെൽഫ് ടോക്ക്, എന്നെ കൊണ്ട് പറ്റും, മെയ്മോക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിനുള്ള കഴിവ് മെയ്മോയുടെ ഉള്ളിലുണ്ട്. മനസ്സിലായില്ലേ? അത് ഞാൻ എന്നോട് തന്നെ ടോക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സക്സസ് ആവാൻ പറ്റുന്നുണ്ട്. ആ ഒരു സെൽഫ് ടോക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് ലൈഫിലാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് സെൽഫ് ടോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങും പതിയെ പതിയെ. അവിടെ നമ്മൾ എന്താ പറയുക, നമുക്കൊരു ബിലീവ് വരും, എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും, എനിക്ക് ഈ ഒരു കമ്പനി വഴി എനിക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കമ്പനിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കമ്പനിയുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസം വരണം. മനസ്സിലായില്ലേ? നമ്മുടെ FE03 എന്ന് പറയുന്നത് നമ്മുടെ ടീമിന് വിശ്വാസം വരണം. നമ്മുടെ FLP ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് വിശ്വാസം വരണം. അപ്പൊ നിങ്ങൾ പാഷനേറ്റഡ് ആവും. പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാസീവ് ലെവലിൽ നിങ്ങൾക്ക് ഇറങ്ങി വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങൾ പേഴ്സണൽ നമ്പർ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ഒരു ബിസിനസ് നമ്പർ നിങ്ങൾ എടുക്കുക. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയണേ, നെഗറ്റീവ് ആയിട്ടുള്ള ടോക്കും കാര്യങ്ങളും വരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്യാണ്, നെഗറ്റീവ് തോട്ടും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്തു, അവരെ ബ്ലോക്ക് ചെയ്തു നിങ്ങളുടെ ഇതിൽ നിന്ന്. ഓക്കെ. പിന്നെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇവിടെ എപ്പോഴും ക്വാളിറ്റി ഉള്ള ഒരു ആൾക്കാരെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യുക. നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ഒരു ഷെഡ്യൂൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ കൃത്യനിഷ്ഠത ഉണ്ടാവും. ഓരോ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ടൈം ലൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരട്ടെ. നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ അപ്ലൈൻ മെന്റേഴ്സ് ഉണ്ട്, ഞാനുണ്ട്, റെയ്നർ ഉണ്ട്, സിറിയക്ക് ഉണ്ട്, ജോൺ ഉണ്ട്, എല്ലാവരും നിങ്ങളുടെ അപ്ലൈൻ മെന്റേഴ്സ് എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് അവരെയൊക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. Okay, bye.